പ്രിയപ്പെട്ടവരെ, റുഖിയ ശരിയയുമായി ബന്ധപ്പെട്ട് നിഅമത്തുള്ള ഫാറൂഖി നടത്തുന്ന ഒരു പരാമർശം കേൾപ്പിക്കാൻ വിചാരിച്ചതല്ല. ഇവരുടെ സംസ്കാരവും ഇവരോടൊപ്പമാണ് നിങ്ങൾ ചേരുന്നത് എന്നും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളി. കേട്ടോളി നിങ്ങൾ അയാൾ പറയുന്നത്. ഞാൻ എംഎസ്എമ്മിനെ കുറ്റം പറഞ്ഞാണ്. ഞാനൊരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ അവിടെ വലിയൊരു സംഗതി ഇങ്ങനെ കൊടുക്കും, ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു കടലാസ് ഇങ്ങനെ വിതരണം ചെയ്യാൻ. ഞാനത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം. പടച്ചോനെ, ഇത് മന്ദിരിച്ചൂതി പൈസ അങ്ങാലോ, ഓരോ പള്ളി കമ്മിറ്റിയും കൊടുക്കാലോ, ഇജാതി ഒരു കടലാസാണല്ലോ. എന്താ അപ്പൊ എംഎസ്എമ്മിന്റെ കുട്ടിയൊക്കെ ഇതിങ്ങനെ പറഞ്ഞെടുത്തിട്ട് എന്ത് കിട്ടാനാ? അപ്പൊ എനിക്ക് മനസ്സിലായി, മന്ദിരിച്ചൂതിയ മൂർഖം പാമ്പിന്റെ വിഷു ഇറങ്ങും, അതിന് കൂലിയും വാങ്ങാം, ഓരോ പള്ളി കമ്മിറ്റിക്കും കൊടുക്കാം. അപ്പൊ നമുക്കിങ്ങനെ ഊത്തുമായിട്ട് നടക്കപ്പെടുന്നുള്ള കാര്യം. ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാട്. ഞങ്ങളെന്താ മനസ്സിലാക്കിയത്? ഈ അന്ധവിശ്വാസം നമ്മളെ തലയിലാണ് കയറ്റിക്കഴിഞ്ഞാൽ ഈറ്റേക്ക് ഒരു പണി കൊടുക്കേണ്ട ഒരു ക്ലിനിക്ക് വിട്ടാണ്ട് ഇരുന്നാൽ മതി. പിന്നെ ഊത്തും അടിച്ചലും ഇറക്കലും കയറ്റലും, മനസ്സിലായോ? നല്ല സുഖ, രണ്ട് സംഗതി കിട്ടും, പണവും കിട്ടും പെണ്ണും കിട്ടും. പണ്ട് കുറെ ആൾക്കാർ ചൂഷണം ചെയ്തതാ സഹോദരിമാരെ. വാപ്പയും ഭർത്താവും കൊണ്ട് ചങ്ങായിനടുത്ത് കണ്ട് ഇട്ട് കൊടുക്കുക. ബാല്യക്കാരത്തി പെൺകുട്ടികളെ ആർത്താൽ അങ്ങോട്ട് പോയി നോക്കൂല. അത് ഇറക്കാന്നാ വിചാരിച്ച, ഇറക്കല്ലേ കേറ്റുക. നിങ്ങൾ എന്താ മനസ്സിലാക്കി? തോന്നിയാസം ഒരു പത്രത്തിൽ ഇങ്ങനെ മൂന്ത വരിക, പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ മനുഷ്യന്. ഒരു ഫാറൂഖി നിയമത്തില്ല, ഫാറൂഖി നിയമത്തുള്ളയല്ല, നിയമത്തില്ല. ഈ സംസ്കാര ജീർണതയുള്ള ഈ ആളുകളുടെ കൂടെയാണോ? എന്താ പറഞ്ഞത്? ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങളോട്. എംഎസ്എമ്മിന്റെ കുട്ടികളുടെ പണി ഇതാണ്. സമസ്തക്കാരെ പോലെ ഇവരുടെ കൂടെ കൂടിയവരെ നിങ്ങൾ ആഖിറത്തിന്റെ കാര്യത്തിൽ 1000 വട്ടം നിങ്ങൾ ആലോചിക്കണം. സുബ്ഹാനല്ലാഹ്, ഈ സമൂഹത്തിൽ അനവധി അധാർമിക പ്രവണത നടത്തിയ ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തിയ എംഎസ്എമ്മിനെ എന്തായാലും വിമർശിച്ചറിയോ? എംഎസ്എം എഴുതിയ ഒരു ലഘുലേഖയില് റുഖിയ ശരിയ ചെയ്ത ഹദീസ് ഉദ്ധരിച്ചതിനെ അയാൾ വിമർശിച്ച്. തോന്നിയാസല്ലേ അയാൾ പറഞ്ഞത്? ഈ തോന്നിയാസമല്ലേ അയാൾ പറഞ്ഞത്? ഇവർ റുഖിയ ശരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഇതാ അബ്ദുറഹ്മാൻ സലഫി ആണല്ലോ നിങ്ങളെ നബി. ആ അബ്ദുറഹ്മാൻ സലഫിയും ടീം എടുത്തൊരു തീരുമാനമാണ് പഠിപ്പിക്കുന്നത്. ജംഇയ്യത്തുൽ ഉലമ എടുത്തൊരു തീരുമാനം. വേണേ നന്നായിക്കോളി, പഠിച്ചോളി, ഉൾക്കൊണ്ടോളി. അതെന്താ? അത് കേട്ടോളി. എന്താ നമ്മൾ ഈ കാര്യത്തിലൊക്കെ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം? അതെന്താ? അതൊന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഞാൻ ഒരു പ്രസക്തമായ ഭാഗം നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചു തരാം. നിങ്ങളത് കേട്ടേ മനസ്സിലാക്കുക. കേട്ടോളി. KNMന്റെ തീരുമാനം. പണ്ഡിതന്മാരെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരി, PN അബ്ദുൽ ലത്തീഫ് മൗലവി, സക്കരിയ സുലാഹി, അബൂബക്കർ സലഫി, ഷമീർ മദീനി, അങ്ങനെ തുടങ്ങി അനീഫ് കായക്കൊടി, ഹനസ് തുടങ്ങി എല്ലാവരും എടുത്തൊരു തീരുമാനം. കേട്ടോളി, ദീനെന്ന് തെറിച്ചു പോണ്ട. കേട്ടോ. 21/6/2011 ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ PN അബ്ദുൽ ലത്തീഫ് മദനി, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിന്നുബാധ, റുഖിയ ശറയ്യ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും KNM KJ മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകകണ്ഠമായി അംഗീകരിച്ച് ഒപ്പുവെച്ച കാര്യങ്ങളും ഇനി പഠിച്ചോളി. എന്താന്ന് നിഅമത്തുള്ള ഫാറൂഖി അടക്കമുള്ളവർ വിമർശിക്കുന്നതും തോന്നിയാസം പറയുന്നതും എന്തിന്റെ പേരിലാന്ന് മനസ്സിലാക്കി കളി. ശരിക്കും ശ്രദ്ധിച്ചോളി. ഖുർആൻ കൊണ്ടും അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങൾ കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വീകാര്യമായി വന്നിട്ടുള്ള ദിക്റുകളെ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശർഇയ്യ. 1. 2. റുഖിയ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. പഠിച്ചോളി. കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, നിങ്ങൾ അംഗീകരിക്കുന്നവർ അതിൽ ഭൂരിപക്ഷം, അവരെല്ലാം ഏകകണ്ഠമായി ജംഇയ്യത്തുൽ മുൻപിൽ എടുത്ത തീരുമാന എന്ത്? റുഖിയ ശർഇയ്യ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. റുഖിയ നിർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ താൻ റുഖിയ ചെയ്യുന്നവനാണ് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിൽ മാതൃകയില്ല. കൂലി നിശ്ചയിക്കുന്നതിനും ന്യായമില്ല. അടുത്ത കേട്ടോളി. ജിന്നുബാധയുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. എങ്ങനെ ജിന്നുബാധയുണ്ടാകുന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലം രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതിനൊപ്പം റുഖിയ ശർഇയ്യ ചെയ്യാവുന്നതാണ്.
അപ്പൊ ജിന്ന് രോഗമുണ്ടാക്കുമെന്ന് ഇസ്ലാം, ജിന്ന് രോഗമുണ്ടാക്കില്ലെന്ന് പിഴച്ച സലാം സുല്ലമിയും ടീമും. നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത് കേട്ടോളൂ. ഒരാളുടെ രോഗകാരണം ജിന്ന് ബാധിച്ചതാണെന്ന് വഹി അനുസരിച്ച് നബിക്കല്ലാതെ മറ്റൊരാൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. ഒന്ന്. അടുത്ത് കേട്ടോളൂ. പിശാച് മനുഷ്യരെ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കും ഒക്കെ എത്തിക്കുന്ന വസ്വാസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള സംഗതി. എന്നാൽ പിശാച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. അങ്ങനെ തീരുമാനമെടുത്തിരുന്നു നമ്മള്. അത് നമ്മളിവിടെ പറയുന്നു. സിഹറിനെ നിഷേധിച്ചവരാണ് മടപൂരികൾ, പ്രബലമായവരുടെ. ബുഖാരിയെ നിഷേധിച്ചവരാണ് അവർ. ആ അതേ സ്വഭാവം SLRCയിലൂടെ KV അബ്ദുൽ ലത്തീഫ് മൗലവി ചെയ്യും. അത് വളരെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ സിഹർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സാ. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു സിഹർ വെച്ചാ പോരാ. കടവത്തൂര് ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ? നദി പോകും തലശ്ശേരിക്ക് തന്നെ വിട്ടൂറില്ല വണ്ടി. ഇനി അത് മാത്രമല്ല, ഒരൊറ്റ സിഹർ ചെയ്തുകൊണ്ടിരുന്ന ആ ബുഷിന് ആ സദ്ദാം ഹുസൈൻ കഴിച്ചില്ല. തൂക്കാൻ വിളിച്ച ടൈമിന് ഒറ്റ സിഹർ. ഏത് സിഹർ അറിയോ? മൊബൈൽ. ഇപ്പൊ ആറ്റം യുഗല്ലേ. അപ്പൊ ഈ ജാതി എന്ത് കാര്യവും ഈ ലോകത്ത് നേടാം. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സിഹറിനെ സംബന്ധിച്ച് സുലൈമാൻ നബിയുടെ രാജാധികാരത്തെ നിലനിന്നിരുന്നത് സിഹർ അടിയിൽ ചെയ്തു വെച്ചത് കൊണ്ടാണ് എന്ന് ഇസ്രായേലിൽ വിശ്വസിച്ചിരുന്നു. ഗണ്ണിച്ചു ഖുർആൻ. എന്ന് മാത്രവുമല്ല, സിഹർ ചെയ്താലോ കാഫറാവും. അതുകൊണ്ട് ഒമാ കാഫറ സുലൈമാൻ നബി കാഫർ ആയിട്ടില്ല എന്ന് ഖുർആൻ ഗണ്ണിച്ചു. QHLSന്റെ കഴുത്ത് ഞെരിച്ച് SLRC KNMന്റെ നിയന്ത്രണത്തിൽ വരുന്നു. നിങ്ങൾ ചിന്തിക്കണം. ഇനി അമാന മൗലവി എഴുതിയ പരിഭാഷ നിങ്ങൾ ശരിക്കും കേട്ടോളൂ. സിഹർ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കണേ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. 1960 രചിക്കുകയും KM മൗലവി പരിശോധിക്കുകയും ചെയ്ത സൂറത്ത് ഫൽക്കിന്റെ ഖുർആൻ പരിഭാഷ ഇത്. ശരിക്ക് കേട്ടോളൂ, പഠിച്ചോളൂ. ഖുർആൻ പരിഭാഷ എടുത്തു നോക്കി ഏറ്റവും ചുരുങ്ങിയത് എങ്ങോട്ടാ നിങ്ങൾ നയിക്കണേ? മൂത്തസിലിയാക്കളാകാനാണ് മടവൂർ വിഭാഗവും ഇപ്പം നമ്മുടെ ലീഡർമാരും നിങ്ങൾ ക്ഷണിക്കുന്നത്. അമാന മൗലവിയുടെ പരിഭാഷക്കെതിരെ, KM മൗലവിക്കെതിരെ കേട്ടോളി നിങ്ങൾ. സിഹറിന് യാഥാർത്ഥ്യമില്ല. ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാകുന്ന തരത്തിൽ ഒരു സിഹറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴും ഉണ്ട്. എനിക്ക് കേട്ടോളി. അമാനവല് പറയാം, മുമ്പും ഇപ്പോഴും ഉണ്ട് എന്ന് പറയാണ്. മുഅ്തസിലി വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. KV ആരാ? മുഅ്തസിലിയാക്കളിൽപ്പെട്ടവൻ. സലാം സുല്ലമി ആരാ? മുഅ്തസിലിയാക്കളിൽപ്പെട്ടവനാണ്. അവരോട് ചേരുന്ന ഈ പറഞ്ഞ കരിമ്പിലാക്കളൊക്കെ ആരാ? മുഅ്തസിലിയാക്കളാണ്. മുഅ്തസിലിയായി മരിക്കാൻ ആഗ്രഹിക്കുന്നവർ KNMലുണ്ടോ? ഇത് അമാനമലയുടെ പരിഭാഷയാണ്. നമ്മൾ വായിക്കണം, പഠിക്കണം. തീർന്നില്ല. സിഹർ ഫലിക്കില്ല എന്ന് വിശ്വസിക്കുന്നവനെ ഈ പ്രസ്ഥാനത്തിൽ വെക്കൂല, നടപടിയെടുക്കും എന്ന് TP അബ്ദുൽ ഖായിം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ആരി എന്നുള്ളതല്ല, സംഘടന സ്വീകരിക്കേണ്ട പെരുമാറ്റച്ചട്ടമാണിത്. അത് ആരായിരുന്നാലും ശരി, കേരള അനുഭവത്തിൽ മുജാഹിദിന്റെ നിർദ്ദേശങ്ങൾ, പണ്ഡിതോചിതമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ കേരള അനുഭവത്തിൽ മുജാഹിദിന് പോകൂ. അതനുസരിച്ച് അതിന്റെ കീഴ്ഘടകങ്ങൾ പോകാൻ പാടുള്ളൂ എന്ന വ്യക്തമായ നിർദ്ദേശവും നിലപാടും കാഴ്ചപ്പാടും ഈ ജിന്ന് പിശാച് സെഹർ വിഷയങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ തെശീവിച്ചുണ്ടാക്കരുത്, ഇനി അതിൽ ആശയക്കുഴപ്പമുണ്ടാക്കരുത്, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കരുത്. നമ്മൊരു മധ്യമ നിലയെ സ്വീകരിച്ച്, നല്ല മധ്യമ നിലയാണ്. രണ്ട് തീവ്രമായ വാദങ്ങളെയും നമ്മൾ എതിർക്കുന്നു. ഒന്ന്, സെഹറുമില്ല, ജിന്നുമില്ല, പിശാചുമില്ല എന്നൊക്കെ പറഞ്ഞതിനെ ഭൗതികമായി വ്യാഖ്യാനിക്കുന്ന ആളുകളെ ഏറ്റവും ശക്തമായി നേരത്തെ തന്നെ നമ്മൾ അതിനെ എതിർത്തതാണ്. ഏതിന് മുഅ്ജിസത്തിനെ അടക്കം അല്പം ബാധിച്ചപ്പോഴാണ് സി.എൻ. അഹ്മദ് മൗലവിയെ നാം എതിർത്തത്. മുഅ്ജിസത്തടക്കം പ്രവാചകന്മാർക്ക് സ്വാധീനമില്ല, അതിൽ അത് അല്ലാഹു തആല അവർ കൈക്ക് ചെയ്യുന്നതാണ് എന്ന് മാത്രമേ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പം ശൈത്താൻ എല്ലാ കഴിവും ഉണ്ടെന്നൊരു കൂട്ടർ, ശൈത്താനേ ഇല്ല എന്ന് വേറൊരു കൂട്ടർ.
അതും പറ്റില്ല. ശൈത്താൻ നിഷേധിക്കാൻ പറ്റും. ശൈത്താനിന് ജാഗ്രതയോടുകൂടെ എപ്പോഴും നിൽക്കണം. തീവ്രമായ ആർക്കുള്ള നിഷേധത്തിലേക്ക്, വൽഭാവങ്ങളിൽ എണ്ണുന്ന സെഹറിന്റെ നിഷേധത്തിലേക്ക്, അതുപോലെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളുടെ നിഷേധത്തിലേക്ക് ആര് പോകുന്നുണ്ടെങ്കിലും ശക്തമായി സംഘടനാ തലത്തിൽ അതിനെതിരെ അച്ചടക്ക നടപടിയെടുക്കും. അങ്ങനെയുള്ള ഒരു ഇത് ഉള്ളിൽ ആരും അനുവദിക്കുകയില്ല. അതേ പ്രകാരം തന്നെ ഈ നിലപാടിന് വിരുദ്ധമായി ശൈത്താന് എല്ലാ ശക്തിയും എല്ലാ കഴിവും ശൈത്താന് കൊടുത്തുകൊണ്ടുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇബ്രാഹിം നബി അടക്കം തോൽക്കേണ്ടതായിരുന്നു അവിടെ നിന്നാ പറഞ്ഞു പോയത്. ഇതിനൊക്കെ പല തെളിവ്. നിങ്ങളെടുത്ത തീരുമാനത്തെ ഏറ്റവും കൂടുതൽ ലംഘിച്ചവർ നിങ്ങളുടെ കൂടെയുള്ളവരാണ്. ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന മഹാപോരാട്ടത്തിന്റെ ജൈത്രയാത്രയിൽ പ്രിയപ്പെട്ടവരെ സഹകരിക്കണമെന്ന് നിങ്ങളോട് പറയും. ഇനിയോ അബ്ദുസ്സലാം സുലമി പറയാണ്, ഞാൻ സിഹ്ർ ചെയ്യാറുണ്ട്, എനിക്ക് സിഹ്ർ ചെയ്യാൻ കഴിയും, ഞാൻ എല്ലാരെക്കാളും സിഹ്ർ പഠിച്ച ആളാണ്. ഒരാൾ പറയാൻ ഞാൻ വ്യഭിചരിക്കാറുണ്ട്, എല്ലാരെക്കാളും ടോപ്പാണ് ഞാൻ ആ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഓനെ പറ്റി എന്താ പറയാ? സിഹ്ർ ഹറാമാ, ചെയ്യരുത്. എവിടെ എത്തിവര്? കേട്ടോളി, നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾ പഠിച്ചോളൂ. ഇവിടെ മറ്റുള്ള സിഹ്ർ ചെയ്യുന്ന ആളുണ്ട്, ഓലെ ഞങ്ങൾ വെല്ലുവിളിച്ചത്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളെക്കാൾ എനിക്കറിയാം. ഞാൻ അസ്മായുടെ കിതാബും തെൽസമാത്തിന്റെ കിതാബും ഓതിങ്ങനെ എനിക്കറിയാം സിഹ്ർ ചെയ്യുന്ന രീതി. നിങ്ങളെക്കാൾ കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട്. തെൽസമാത്തിന്റെ കിതാബം വായിച്ചിട്ടുണ്ട്, അസ്മായുടെ കിതാബം വായിച്ചിട്ടുണ്ട്. സിഹ്ർ ചെയ്യുന്ന ഏർപ്പാട് എനിക്കറിയാം, അതിന്റെ പരിപാടി എനിക്കറിയാം, എന്താ ഏർപ്പാട് എന്നുള്ളത്. അന്ന് സലാം സുല്ലമി ഇത് പറഞ്ഞിട്ട് അതിന് മറുപടി കൊടുത്തു. അനസ് സമയമില്ലാത്തതുകൊണ്ട് എന്നെ കേൾപ്പിക്കുന്നില്ല. സലാം സുല്ലമി എന്താ പറഞ്ഞത്? മടവൂർ ഈ ഭാഗത്തുപെട്ടവർ പരലോകത്തോർത്ത് ചിന്തിക്ക്, ഞാൻ സിഹ്ർ പഠിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് സിഹ്ർ പഠിക്കാൻ പാടില്ല, ഒരു വിശ്വാസിക്ക് മാജിക് പഠിക്കാൻ പാടില്ല. ഒരു വിശ്വാസി സിഹ്ർ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, എവിടെ എത്തിയിരിക്കുന്നു ഇവരെയാണ് നമ്മളെ ഇപ്പോൾ നയിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ ശരിക്കും ആലോചിക്കണം. തീർന്നില്ല നമ്മുടെ പേരിൽ നമ്മൾ ക്ലിനിക്ക് തുടങ്ങിയെന്ന അവിടെ കായ് വിരിച്ചു നുണയാണ്, എവിടെയില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച പ്രകാരം യുവത പ്രസിദ്ധീകരിച്ച പുസ്തകം. നിങ്ങൾ യുവതക്കാര് KM മൗലവിയുടെ ഫത്വകൾ, KM മൗലവിയെ കാണിച്ചിരിക്കും. താടി നീട്ടമുള്ള KM മൗലവി, പഠിച്ചറിയാൻ പറഞ്ഞ KM മൗലവി അല്ല, കേരള നദുവത്തുൽ മുജാഹിദിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഈ 18ാമത്തെ പേജ് മടവൂരികളൊന്ന് വായിക്കോ, നിങ്ങളെ യുവത പ്രസിദ്ധീകരിച്ചതാ. കേട്ടോളൂ, വായിച്ച് കേൾപ്പിച്ചു തരാം. എന്താ പറയുന്നത്? ഇതേ ഞങ്ങളും പറയും, ഇതിലപ്പുറം ഒന്നേ നമ്മൾ പറയും. കേട്ടോളൂ, അതെന്താണ് കേട്ടോളൂ. എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മേൽ പറഞ്ഞ അവസരങ്ങളിൽ സിഹ്റോ മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. ഇത് നമ്മൾ പറയുന്നത്. ഇവിടെ റുഖിയ ശിർക്കിയ ഉണ്ട്, സമസ്തക്കാർ ചെയ്യുന്നേ. റുഖിയ ശറയ്യ നബി ചെയ്തതാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, അത് ചെയ്യാനാ പറഞ്ഞേ. എന്നാൽ അനസ് മൗലവിയും സലാം മോങ്ങവും ഒക്കെ ഈ റുഖിയ ശറയ്യ ചെയ്യാൻ ഡോക്ടർ സുബൈറിനെ കൊണ്ടുപോയിട്ടുണ്ടോ? അതാണ് നമ്മൾ കേൾക്കുന്നത്. ആരാ അതൊക്കെ ചെയ്തത്, ആരാ അതൊക്കെ പറഞ്ഞത് എന്ന് നമ്മൾ. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആകുകയും, അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് അടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ് മൗലവി ചെയ്ത് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ് മൗലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്തേക്ക് അയച്ചത്. മറിച്ച് അനസ് മൗലവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ, ഒന്ന് പരീക്ഷിച്ചു പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ
കൺസൾട്ട് ചെയ്തതൊന്നുമല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിൻ്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ച് കിടന്ന സ്ത്രീ പുരുഷന്മാരെ ഇണക്കിവിട്ട കഥകളും ആലിൻ്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അനസ് മൗലവി സീർബാധ ജിന്നുബാധ ഉണ്ടായ ആളുകളുടെ ഡോക്ടർ സുബൈറിന്റെ അടുത്ത് ചികിത്സിക്കാൻ പോയി. അനസ് കളവ് പറയുമെന്ന് ലോകം തെളിയിച്ചിട്ടുണ്ട്. സുബൈർ ഡോക്ടർ കളവ് പറയും. അത്രയേറെ പരലോകത്തെ പേടിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കേശാലിറ്റിയിലെ ഏറ്റവും തിരക്കുള്ള ഡോക്ടർ. അതോടൊപ്പം സൗദി അറേബ്യയിൽ ചെന്ന് സെലഫികളുമായി ദീനിന്റെ വശങ്ങൾ പഠിച്ചൊരു ആള്. നല്ലൊരു പ്രബോധകൻ. സുഹൃത്തുക്കളെ, അനസുമലൊക്കെയാണ് ഇത് ചെയ്ത്. ഞാൻ ചോദിക്കുന്നു, ജമിയത്തുൽ എടുത്തു പിശാച് ബാധയുണ്ട്, ബാധിച്ച ചികിത്സല്ലേ? ബാധിച്ചൊരു കാര്യത്തിന് ചികിത്സയില്ലേ? വൈറസ് ബാധിച്ച ചികിത്സയില്ലേ? ജിന്ന് ബാധിച്ച ചികിത്സയില്ലേ? ഉണ്ട്. ശിർക്കിന്റെതുമുണ്ട്, തൗഹീദിന്റെതുമുണ്ട്. തൗഹീദ് അധിഷ്ഠിതമായ ചികിത്സയാണെന്നാ ഞങ്ങൾ പറയും. ഇനിയോ വലിയ ആളാണല്ലോ സലാം മോങ്ങം. അദ്ദേഹത്തിന്റെ കഥ കേട്ടോളൂ നിങ്ങള്. സലാം മോങ്ങം മൗലവി അദ്ദേഹത്തിന്റെ ഒരു ബന്ധു എൻ്റെ അടുത്ത് ചികിത്സയിലായിരുന്ന സമയത്ത് ഈ ചികിത്സയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരാളെ അഷ്റഫ് മൗലവിയുടെ അടുത്തേക്ക് മദീനത്തേക്ക് അയച്ചു. അങ്ങനെ മദീനത്ത് ചെന്ന് ഇദ്ദേഹം അഷ്റഫ് മൗലവിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് യാദൃച്ഛ്യമായി ഞാനും ആ സദസ്സിൽ വരുന്നത്. അങ്ങനെ സദസ്സ് വെച്ച് അഷ്റഫ് മൗലവി ആ കാര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ഇങ്ങനെയുള്ള ചികിത്സ ഹലാലാണെന്ന് അറിയിക്കുകയും അതോടൊപ്പം തന്നെ എനിക്ക് ഈ വിഷയവുമായി റഫർ ചെയ്യാനുള്ള ഒരു പുസ്തകത്തിൻ്റെ പേര് അഷ്റഫ് മൗലവി പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ടായി. അങ്ങനെ ഈ സലാം മോങ്ങ മൗലവിയുടെ ബന്ധുവായ ഈ പെൺകുട്ടിയെ ചികിത്സിച്ചു. അൽഹംദുലില്ലാഹ് സുഖമായി. ഇതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ നമുക്ക് മോങ്ങത്ത് ഒന്ന് പോകണം, അവിടെ ഒരു മുജാഹിദ് പ്രവർത്തകനുണ്ട്, അവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ മകളുടെ കയ്യിൽ നമ്പൂരി കൊടുത്ത് നൂല് കെട്ടിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് പറഞ്ഞ് അഴിപ്പിക്കണം. അങ്ങനെ ഞാനും മൗലവിയും കൂടെ ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം മോങ്ങത്തി വീട്ടിൽ പോവുകയും ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചിട്ട് പോലും ആ മുജാഹിദ് ലോക്കൽ നേതാവ് ആ ചര അഴിക്കാനോ എന്ന് മാത്രമല്ല, നിങ്ങളിത് അഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഹലാലായ ചികിത്സ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോലും 1 മണിക്കൂർ സംസാരിച്ചിട്ട് പോലും അതിന് തയ്യാറായില്ല. അങ്ങനെ ഞങ്ങൾ ആ ശ്രമം വിപുലമായി ഞങ്ങൾ മടങ്ങി. അപ്പൊ സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിച്ച ചികിത്സയെ കുറിച്ച് അവിടെ പറയുന്നത്, അല്ലാതെ ഇറാനിൽ നടന്നിട്ടുള്ള ക്ലിപ്പിംഗ് ഇട്ടിട്ടല്ല കേരളത്തിലെ ആളുകൾ തമ്മിൽ തല്ലിക്കണ്ട്. ഇസ്ലാം പഠിപ്പിച്ച നിങ്ങൾ രേഖപ്പെടുത്തിയ കെ മൗലവിയുടെ ഫത്വ ഞാൻ ഇവിടെ വായിച്ചു. ജിന്നബാധയും സീർബാധയും ഉണ്ടാവുമുള്ള ആ ചെയ്യേണ്ട ചികിത്സ റുഖിയ ശറഇയ്യ തൗഹീദിൽ ഇഷ്ടമായ സമസ്തക്കാരും തങ്ങന്മാരും ബീവിമാരും ജ്യോത്സ്യന്മാരും ചെയ്യുന്ന ചികിത്സ ഏതാ ആ ചികിത്സ ഏതാണ് എന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ആ ചികിത്സ ശിർക്കിൽ അധിഷ്ഠിതമാണ്. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച തൗഹീദിൽ അധിഷ്ഠിതമായ ചികിത്സ എത്ര പഠിക്കാനുണ്ട്? അത് പഠിക്കണം എന്നാ പറയുന്നത്. തർക്കിച്ച് കാലം കഴിക്കുകയാണ് ആളുകൾ. ഒരൊറ്റ കാര്യവും ഒരു ക്ലിപ്പിംഗ് കൂടെ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ? എന്താ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞത്? അതിലൊന്ന് നിങ്ങളൊന്ന് കേൾക്കുക. നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? ആരെങ്കിലും ചപ്പടാ ചിപ്പ ആരാ ചപ്പിയേ? നിങ്ങൾ തന്നെ
ജിന്ന് എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികമല്ല, ഭൗതികമാണ് എന്ന് പറഞ്ഞവർ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നന്ദി ഞാൻ വിശദീകരിക്കുന്നില്ല. തൗഹീദും ശിർക്കും തിരിച്ചറിയാത്ത ഇവരെ നിങ്ങൾ എന്തിന് സ്റ്റേജിൽ കയറ്റി? നേതാക്കന്മാരെ, ഇവരെ എന്തിന് നിങ്ങൾ സ്റ്റേജിൽ കയറ്റി? അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഹുസൈൻ സലഫിയെ കുറിച്ചൊക്കെ വമ്പിച്ച തെറ്റിദ്ധാരണകൾ ഇവിടെ ഉണ്ടാക്കി.